പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാതയാമത്തിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനും ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനും ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കിയതോർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുവാനും ലഭിച്ച സമയത്തിനായി നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. ഇത്രയധികം ദൈവം നമ്മളെ സ്നേഹിപ്പാൻ, മാനിപ്പാൻ, നമ്മളിൽ കുറവുകൾ ഉണ്ടായിട്ടും പോരായ്മകൾ ഉണ്ടായിട്ടും ദൈവം നമ്മളെ സഹായിക്കുന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് ഒരു ചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ക്രിസ്തീയ പ്രവർത്തകർ എന്ന തലക്കെട്ടിൽ നമുക്കിതിനെ കാണുവാൻ കഴിയുന്നുണ്ട്. പൗലോസ് ഇവിടെ തന്നെക്കുറിച്ചും തന്റെ സഹപ്രവർത്തകരെ കുറിച്ചും പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒന്നാമതായി, ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാർ. പൗലോസിന്റെ കാലത്ത് യാത്രയ്ക്കും ചരക്ക് കയറ്റുന്നതിനും ഉപയോഗിച്ചിരുന്ന കടൽ വഞ്ചികൾ കഠിനാധ്വാനം ചെയ്ത് തുഴഞ്ഞുകൊണ്ടു പോകുന്നതിന് അടിമകളെ നിയോഗിച്ചിരുന്ന ഒരു കാലമായിരുന്നു. ശുശ്രൂഷക്കാർ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മേൽപ്പറഞ്ഞ വിധത്തിൽ പണിയെടുക്കുന്ന അടിമകളെ സൂചിപ്പിക്കുന്നു. വിശ്രമരഹിതമായ അധ്വാനം, അനുസരണം എന്നിവയാണ് ഇങ്ങനെയുള്ള ശുശ്രൂഷക്കാരുടെ പ്രത്യേക ലക്ഷണം. 2, ഗൃഹവിചാരകർ. റോമാ സാമ്രാജ്യത്തിൽ ബുദ്ധിയും പ്രാപ്തിയുമുള്ള അടിമകളെ യജമാനന്റെ ഗൃഹവിചാരകരായി നിയമിച്ചിരുന്നു. ഗൃഹഭരണ സംബന്ധമായ സകല കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടും യജമാനനോടുള്ള വിശ്വസ്തയോടും കൂടി നിർവഹിക്കുന്നത് അവരുടെ കടമയായിരുന്നു. ദൈവമർമ്മങ്ങളെ അഥവാ ക്രിസ്തുവിൽ കൂടി ലഭ്യമായ വെളിപ്പാടിനെ ക്രിസ്തീയ പ്രവർത്തകർ വിശ്വസ്തയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. 3ാമതായി, ക്രിസ്തു നിമിത്തം ഭോഷന്മാർ. ലോകപ്രകാരം നോക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ ഭോഷന്മാരത്രേ. ഈ വിധത്തിലുള്ള ഭോഷന്മാരാണ് സഭയുടെ സമ്പത്ത്. ക്രിസ്തുവിന്റെ വിളി കേട്ടനുസരിച്ച് ഉത്തരാഫ്രിക്കയിലെ മുസ്ലിങ്ങളോട് സുവിശേഷം അറിയിച്ച് 84ാമത്തെ വയസ്സിൽ രക്തസാക്ഷി മരണമടഞ്ഞ റെയ്നൽ ക്രിസ്തു സ്നേഹം നിമിത്തം ഭോഷനായവനെന്ന് തന്നെക്കുറിച്ച് പറഞ്ഞിരുന്നു. യുദ്ധത്തിൽ വിജയം വരിച്ച് സ്വന്തം നഗരത്തിലേക്ക് തിരിച്ചുവരുന്ന സേനാനായകന്മാരുടെ ബഹുമാനാർത്ഥം ഒരു ഘോഷയാത്ര സംഘടിപ്പിക്കുന്ന പതിവ് റോമാ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു. പ്രസ്തുത സേനാനായകൻ തടവുകാരായി പിടിച്ചെടുത്തവരെ ഘോഷയാത്രയിൽ പങ്കെടുപ്പിച്ച ശേഷം റോമാ പൗരന്മാരുടെ ഉല്ലാസത്തിനായി അവരെ സ്റ്റേഡിയത്തിൽ കൊണ്ടുചെന്ന് സിംഹങ്ങൾക്ക് ഇരയാക്കി തീർത്തിരുന്നു. 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ കാണുന്ന ഈ കൂത്തുകാഴ്ച ഈ ആചാരത്തെ സൂചിപ്പിക്കുന്നു. പൗലോസും സഹപ്രവർത്തകരും ലോകത്തിന് കൂത്തുകാഴ്ചയായി തീർന്നു. കഷ്ടപ്പാടിനും മരണത്തിനും വിധിക്കപ്പെട്ടവരെന്ന് തങ്ങളെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. ലഭിച്ചതല്ലാതെ തനിക്കൊന്നുമില്ലാതിരുന്നതിനാൽ ക്രിസ്തുവിനു വേണ്ടി അനുഭവിച്ച നിന്ദയും കഷ്ടതയും പൗലോസിന് പ്രശംസാ വിഷയമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, നിന്റെ പേർക്ക് എന്നെ മുഴുവനുമായി ചെലവിടുന്നതിനുള്ള കൃപ നൽകണമേ എന്ന്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം കൃപയിൽ ഞങ്ങളെ സൂക്ഷിച്ചു, പരിപാലിച്ചു, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ ഒരു പുതിയ പകൽക്കാലം കാണുവാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത് നന്ദി പറയുന്നു. ഈ പ്രഭാതയാമത്തിൽ പങ്കിട്ട വചനശകലങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവെ, അത് കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അതവരുടെ ജീവിതത്തിൽ വിടുതലായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. പ്രത്യേകാൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരെന്ന തോതിലും ഗൃഹവിചാരകർ എന്ന തോതിലും ക്രിസ്തു നിമിത്തം ഭോഷന്മാർ എന്ന നിലയിലും പൂർത്തീകരിച്ചെടുക്കുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ. കൃപയുടെ കരങ്ങളിൽ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.